അത് 24,000 കോടി രൂപയുടെ പാക്കേജ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാണ്. കയ്യിലൊരു പൈസയുമില്ല എന്ന് വേദനയോടെ പറയുകയാണ് അവർ. പക്ഷേ മറുവശത്തെ കാര്യങ്ങൾ കൂടി നമ്മൾ അറിയണം. പ്രതിമാസം 80 ലക്ഷം രൂപ വാടക നൽകേണ്ട മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വിശ്രമത്തിലാണ്. ചുരുക്കം അവസരങ്ങളിൽ മാത്രമാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്. മാവോയിസ്റ്റ് വേട്ടയടക്കമുള്ള പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പോലും ഫലം കാണുന്നില്ല. സ്വകാര്യ ഹെലികോപ്റ്ററുകൾക്കായി സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് 33.23 കോടി രൂപയാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരും. ടിൻഡു, ഒരു വശത്ത് പണമില്ല, മറുവശത്ത് ഉള്ള പണം ഇല്ലാതാക്കുന്നത് ഇങ്ങനെയാണ്. വിശ്രമിക്കുന്ന ഹെലികോപ്റ്ററുകൾക്ക് 80 ലക്ഷം പ്രതിമാസ വാടക, ഇതുവരെ 33.25 കോടി രൂപ അതിനായി ചെലവഴിച്ചിരിക്കുന്നു. ടിൻഡു. തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഏതാണ്ട് 33 കോടി രൂപയാണ് ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മാസം 80 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ഹെലികോപ്റ്ററിന് വേണ്ടി മാത്രം വാടക കൊടുക്കുന്നത്. സംസ്ഥാനം വലിയ രീതിയിലുള്ള കൊടിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഈ ദൂർത്തുണ്ടാകുന്നത്. ഈ ദൂർത്ത് പല ഘട്ടങ്ങളിലും ചർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ 1-2 തവണ മാത്രമാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. വയനാട് ദുരന്തം വന്ന സമയത്ത് പോലും മുഖ്യമന്ത്രി ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടല്ല അവിടെ പോയിട്ടുള്ളപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ ഇത്തരത്തിൽ പൊടി പിടിച്ച് കിടക്കുന്ന ഈ ഹെലികോപ്റ്ററിനാണ് മാസം 80 ലക്ഷം രൂപ വാടക ഇനത്തിൽ തന്നെ നൽകേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ ഇതുവരെ നൽകിയിട്ടുള്ളത് 33 കോടിയിലധികം രൂപയാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ അറ്റകുറ്റപ്പണികൾക്ക് വരെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു ധനപ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോഴും ഈ ദൂരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ തുക വിനിയോഗിക്കുന്നതിൽ കേരളം ഒട്ടും പിന്നിലില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവേണ്ടത്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 24,000 കോടിയുടെ സമഗ്ര വികസന പാക്കേജൊക്കെ ആവശ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ഈ 33 കോടി 40 കോടി രൂപയൊക്കെ ഇത്തരത്തിൽ വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററുകൾക്കൊക്കെ വാടക ഇനത്തിൽ സംസ്ഥാനം നൽകേണ്ടതെന്നൊരു കൊടി അല്ലെങ്കിൽ ഒരു ധനധൂർത്തും കൂടി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു ഘട്ടങ്ങളിൽ പോലും മുഖ്യമന്ത്രി ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നില്ല. പല കാരണങ്ങൾ പറഞ്ഞ് ഹെലികോപ്റ്റർ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിന് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു വസ്തുതയാണ്. ശരിയാണ്. 80 ലക്ഷം രൂപയാണ് വിശ്രമിക്കുന്ന ഹെലികോപ്റ്ററിന് പ്രതിമാസ വാടകയായി നൽകുന്നത്. അത് ഇതുവരെ സ്വകാര്യ ഹെലികോപ്റ്ററുകൾക്കായി 33.25 കോടി രൂപയ്ക്കരികെ കൊടുത്തു കഴിഞ്ഞു എന്ന വിവരമാണ് ടിൻഡു ദാസ് നൽകുന്നത്.